मेलितं श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरो श्रीयुतापदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च पञ्चतत्त्वात्मकं कृष्णं भक्तरूपस्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकम्। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते जयपताका स्वामिन् इति नामिने। नमो आचार्यपादाय अन्यताय कृपाप्रदायिने गौरकथाधामदाय नगरग्रामतारिणे। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधरा श्रीवासादि गौरभक्तवृंद। मूकं करोति वाचालं भङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। हरे कृष्ण। നമ്മള് 18-ാം അധ്യായത്തിലെ 17-ാമത്തെ ശ്ലോകമാണ് എടുക്കേണ്ടത്. യസ്യ നാഹം കൃതോ ഭാവോ ബുദ്ധിർയസ്യ ന ലിപ്യതേ ഹത്വാപി സൈമാം ലോകാൻ ന ഹന്തേന നിബധ്യതേ. അതായത് മിഥ്യാഹങ്കാരത്താൽ പ്രേരിതനല്ലാതെയും അനാസക്തമായ ബുദ്ധിയോടും കൂടിയ ഒരാൾ നരഹത്യയിൽ ഏർപ്പെട്ടാല് ഹിംസകനല്ല. താൻ ചെയ്യുന്ന കർമ്മങ്ങൾ അയാളെ ബന്ധിക്കുന്നില്ല. അപ്പൊ ഇവിടെ ഭഗവാൻ പറയുന്നത് എന്താണ്? മിഥ്യാഹങ്കാരം പാടില്ല എന്ന് ഭഗവാൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ് മിഥ്യാഹങ്കാരം എന്ന് പറഞ്ഞാല്, ആ മിഥ്യാഹങ്കാരം ഉണ്ടാകുന്നത് നമ്മളുടെ അജ്ഞത കൊണ്ടാണ്, അറിവില്ലായ്മ കൊണ്ടാണ്. എന്താണ് അറിവില്ലായ്മ പറഞ്ഞാൽ, ഈ കാണുന്നതൊക്കെ നമ്മളുടേതാണ്, ഇതിന്റെ ഉടമസ്ഥൻ ഭഗവാനാണ് എന്നുള്ള അറിവ് ഇല്ലാതിരിക്കുക. അതായത് കൃഷ്ണാവബോധത്തിന്റെ അഭാവമാണ് മിഥ്യാഹങ്കാരം എന്ന് പറയുന്നത്. ആ മിഥ്യാഹങ്കാരത്തോടെ നമ്മൾ പ്രവൃത്തി ചെയ്യുന്നതാണ് നമ്മളെ പാപപ്രതികരണങ്ങളിൽ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് മിഥ്യാഹങ്കാരം പാടില്ല എന്ന്. അതുപോലെ തന്നെ അനാസക്തരായിരിക്കണം. ഒന്നിനോടും അറ്റാച്ച്മെന്റ് പാടില്ല, ആസക്തി പാടില്ല. അങ്ങനെയുള്ളവര് നരഹത്യ ചെയ്യണമെന്നല്ല, അത്ര ഹീനമായിട്ടുള്ള പ്രവൃത്തി ചെയ്താലും അവർക്ക് പാപപ്രതികരണങ്ങൾ ഉണ്ടാവുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പം നമ്മളുടെ ഉള്ളിലെ മിഥ്യ അഹങ്കാരം, അതായത് ഞാൻ എൻ്റേത് എന്നുള്ള ഭാവം ഇല്ലാതാക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ പാപപ്രതികരണങ്ങളിൽ നിന്ന് മുക്തരാവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ കർമ്മഫലത്തിൽ ആസക്തി വെച്ച് പുലർത്തരുത്. നമ്മൾ എന്ത് ചെയ്താലും, അതായത് കർത്താഹമിതി മന്യതേ, ഞാൻ ഇത് ചെയ്യുന്നത് കൊണ്ട് അതിന്റെ റിസൾട്ട് എനിക്ക് കിട്ടണം എന്നുള്ള മനോഭാവം പാടില്ല. അതുപോലെ തന്നെ ഈ കാണുന്നതൊക്കെ ഭഗവാന്റേതാണ്, നമ്മളൊക്കെ ഇത് എടുത്ത് ഉപയോഗിക്കുന്നു തൽക്കാലത്തേക്ക് എന്നുള്ള അറിവ് നമ്മളിൽ ഉണ്ടാവണം. അതുപോലെ തന്നെ സ്വാർത്ഥനാഹം എന്ന ഭാവം ഉണ്ടാകാൻ പാടില്ല. ഈ 3 കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും അത് നമ്മളെ പാപപ്രതികരണങ്ങളിൽ കൊടുക്കുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഇപ്പൊ ഇവിടെ നമ്മൾ കണ്ടു, അർജുനൻ യുദ്ധം ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്, ഇല്ലേ? യുദ്ധം ചെയ്യില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അർജുനന്റെ മിഥ്യ അഹങ്കാരം കൊണ്ടാണ്.
അതും ഭഗവാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, അർജുന, നിന്റെ കർത്തവ്യമാണ് യുദ്ധം ചെയ്യുക. ആ കർത്തവ്യം നീ നിർവഹിക്കൂ. ഫലത്തെക്കുറിച്ച് നീ ഉത്കണ്ഠാകുലനാകണ്ട, അത് എനിക്ക് വിട്ടേക്കൂ. ഇത് നമ്മളോടും കൂടിയുള്ള ഉപദേശമാണ്. നമ്മൾക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള കർമ്മങ്ങള്, നമ്മളുടെ നിത്യകർമ്മങ്ങൾ നമ്മൾ ചെയ്യണം. പക്ഷെ അതിനെക്കുറിച്ച്, അതിന്റെ റിസൾട്ടിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കരുത്. അത് ജയമോ പരാജയമോ എന്തു തന്നെ ആയിക്കോട്ടെ, അത് ഭഗവാന്റെ ഇച്ഛയാണ്. അപ്പൊ ഭഗവാന്റെ സന്തുഷ്ടി ലക്ഷ്യമാക്കി നമ്മൾ പ്രവർത്തിക്കണം. എന്ത് പ്രവൃത്തിയും നമ്മളത് ഭഗവാനെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്കതിന്റെ ആ പാപ പ്രതികരണം അല്ലെങ്കിൽ അതിന്റെ പ്രതിപ്രവർത്തനങ്ങൾ അനുഭവിക്കേണ്ടി വരില്ല. അപ്പൊ നമ്മളെ മായയിൽപ്പെടുത്തുന്നത് എന്താണ്? നമ്മളുടെ അഹം എന്ന ഭാവം, ഞാൻ എന്റേത് എന്നുള്ള ഭാവമാണ് നമ്മെ മായയിലെ പെടുത്തുന്നത്. അപ്പൊ നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 5 ഘടകങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു ഇല്ലേ? എന്തൊക്കെയാണ്? ശരീരം, ഇന്ദ്രിയങ്ങള്, ജീവാത്മാവ്, പിന്നെ പഞ്ചപ്രാണൻ ഇല്ലേ, പിന്നെ പരമാത്മാവ്. ഈ 5 ഘടകങ്ങളാണ് ഏത് പ്രവൃത്തിയും പരിപൂർണതയിൽ എത്തിക്കുന്നത്. ഇതിലെ ഒരു ഘടകം മാത്രമാണ് നമ്മള് ജീവാത്മാക്കള്. ബാക്കി ഭഗവാനെ ആശ്രയിച്ചിട്ടാണ് ബാക്കി ഘടകങ്ങളെല്ലാം നിലനിൽക്കുന്നത്. അപ്പം ബാക്കി 4 ഘടകങ്ങൾക്കും അനുവാദം തരുന്നത് ആരാണ്? പരമാത്മാവാണ്. നമ്മൾ ആഗ്രഹിച്ചാലും അത് നടപ്പിലാക്കണമെങ്കിൽ ആര് വിചാരിക്കണം? പരമാത്മാവ് വിചാരിക്കണം. നമുക്കതിനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ആഗ്രഹങ്ങള് നടന്ന് കിട്ടുകയുള്ളൂ. അപ്പം ഈ മിഥ്യാഹങ്കാരം ഉടലെടുക്കുന്നത് എവിടെ നിന്നുമാണ്? അജ്ഞതയിൽ നിന്നാണ്, ഭക്തി ഇല്ലായ്മയിൽ നിന്നാണ്, കൃഷ്ണാവബോധത്തിന്റെ അഭാവത്തിലാണ് മിഥ്യാഹങ്കാരം ഉണ്ടാകുന്നത്. അതായത് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം ഇല്ലായ്മ, അതാണ് മിഥ്യാഹങ്കാരം എന്ന് പറയുന്നത്. നമ്മള് ഭഗവാന്റെ അംശമാണ് എന്നുള്ള ബോധം നമ്മളിൽ ഉണ്ടാവണം. അപ്പം മിഥ്യാഹങ്കാരം ഇല്ലാതെയും പരമാത്മാവിന്റെ നിർദ്ദേശപ്രകാരം ഹിംസ ചെയ്താൽ അത് പാപമല്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം പരമാത്മാവിന്റെ നിർദ്ദേശം നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? നമ്മൾ എന്ത് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മളുടെ ഉള്ളിൽ നിന്ന് നമുക്ക് നിർദ്ദേശങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മളുടെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങൾ ഭഗവാന്റേതല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അത് എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും? ഭഗവാനാണ് അല്ലെങ്കിൽ പരമാത്മാവാണ് നമുക്ക് നിർദ്ദേശങ്ങൾ തരുന്നതെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അതിനാണ് ഭഗവത്ഗീത. ഭഗവത്ഗീത നമ്മൾ ശരിയായ രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഭഗവാൻ നമുക്ക് തരുന്ന നിർദ്ദേശങ്ങൾ തിരിച്ചറിയാന് നമ്മൾക്ക് സാധിക്കും. കാരണം നമ്മളാരും പരിപൂർണതയുടെ തലത്തിൽ എത്തിയിട്ടില്ല. നമ്മളൊക്കെ ഭക്തരാണെന്ന് പറയാനുള്ള യോഗ്യത പോലും നമുക്കില്ല. നമ്മള് സാധന ഭക്തി പരിശീലിക്കുന്നവര് മാത്രമാണ്. നമ്മൾ ഭക്തിമാർഗത്തിൽ പിച്ച വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയും നമുക്ക് വളരെ ദൂരം മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഉള്ളിലിരുന്ന ഭഗവാൻ നമുക്ക് തരുന്ന നിർദ്ദേശങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവ് നമുക്കില്ല. അപ്പം നമ്മള് ഭഗവത്ഗീതയിൽ നിന്നും ഭാഗവതമൊക്കെ പഠിച്ച് മനസ്സിലാക്കി നമ്മളുടെ ഹൃദയം ശുദ്ധമാവണം. ഹൃദയശുദ്ധി കൈവന്നെങ്കിൽ മാത്രമേ ഭഗവാൻ നമുക്ക് നിർദ്ദേശങ്ങൾ നമ്മളുടെ ഉള്ളിലിരുന്ന് തരികയുള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാം നമ്മൾ അകർമ്മങ്ങളായിട്ട് ചെയ്യണം. അകർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാനെ മുൻനിർത്തി ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുക. അപ്പം അകർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ പാപ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ അതിന് റിയാക്ഷൻ ഉണ്ടാവില്ല അങ്ങനെയുള്ള കർമ്മങ്ങൾക്ക്. അപ്പം അങ്ങനെയുള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്യുക. എന്ത് ചെയ്താലും അത് ഭഗവാനെ മുൻനിർത്തിക്കൊണ്ട് ഭഗവാനായിക്കൊണ്ട് നമ്മൾ ചെയ്യണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ഉള്ള് ശുദ്ധമായി വരും. കുറേശ്ശെയായിട്ട് നമ്മളുടെ ഉള്ള് ശുദ്ധമാകാൻ തുടങ്ങും. അതുപോലെ നമ്മൾ ഭക്തിയുടെ സേവനം ചെയ്യുന്നു, അത് ഭഗവാന്റെ സന്തുഷ്ടിക്ക് വേണ്ടി ചെയ്യുക. അല്ലാണ്ട് ഭക്തിയുടെ സേവനം ചെയ്താൽ എനിക്ക് ഗോലോകത്തിൽ പോകാം അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാവും എന്ന് കരുതിക്കൊണ്ട് നമ്മൾ ഒരിക്കലും സേവനം ചെയ്യാൻ പാടില്ല. അപ്പം നമ്മളുടെ ഉള്ളില് ആ സ്വാർത്ഥ മനോഭാവം ഇല്ലാതെ ഭഗവാന് വേണ്ടിയിട്ട് നമ്മൾ പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ ആ പ്രവൃത്തി കൊണ്ട് നമ്മളുടെ ഹൃദയം ശുദ്ധമാകും. അങ്ങനെ ഹൃദയം ശുദ്ധമായി കഴിഞ്ഞാൽ ഭഗവാൻ നമുക്ക് കുറേശ്ശെയായിട്ട് ഭഗവാൻ നിർദ്ദേശങ്ങൾ നമുക്ക് തന്നു തുടങ്ങും. അപ്പോൾ നമുക്ക് ആ തലത്തിലെത്തും. അപ്പോൾ നമുക്ക് പരമാത്മാവിന്റെയും ഭഗവാന്റെയും ഒക്കെ നിർദ്ദേശങ്ങള് നമ്മൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ നാമം ജപിക്കുക, നമ്മളുടെ സാധന ചിട്ടയായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക, ശാസ്ത്രങ്ങൾ പഠിക്കുക, ഭക്തിയുടെ സേവനം ചെയ്യുക. ഇതെല്ലാം ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഹൃദയശുദ്ധി കൈവരിക്കാൻ
നമുക്ക് സാധിക്കും. അപ്പം നമ്മളുടെ ഉള്ളിലിരുന്ന പരമാത്മാവ് നൽകുന്ന നിർദ്ദേശങ്ങൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാനുള്ള യോഗ്യത നമുക്ക് കൈവരികയും ചെയ്യും. പരമപുരുഷന്റെയോ പരമാത്മാവിന്റെയോ നിർദ്ദേശമനുസരിച്ച് കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിക്കുന്നവൻ ഹിംസ ചെയ്താലും ഹിംസകനല്ല. ഇവിടെ ഹിംസ ചെയ്യാമെന്നല്ല, പക്ഷെ അഥവാ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യേണ്ടി വന്നാലും അതുകൊണ്ടുണ്ടാകുന്ന പാപം ആ വ്യക്തിയെ ബാധിക്കില്ല. അയാൾക്ക് ഹിംസയുടെ പ്രതികരണം അനുഭവപ്പെടുകയുമില്ല. ഇപ്പൊ ഉദാഹരണം ശ്രീല പ്രഭുപാദർ പറഞ്ഞിട്ടുണ്ട്, പട്ടാളക്കാരെ യുദ്ധം ചെയ്യാൻ പോയാൽ അവർക്ക് മറ്റുള്ളവരെ, തന്റെ ശത്രു സൈന്യങ്ങളെ വധിക്കേണ്ടി വരും. പക്ഷേ ആ വ്യക്തി, ആ പട്ടാളക്കാരൻ അവധിയെടുത്ത് നാട്ടിൽ വരികയാണ്. നാട്ടിൽ വന്ന് അടുത്തുള്ളവരുമായിട്ടോ സമൂഹത്തിലുള്ളവരുമായിട്ടോ കലഹം ഉണ്ടാക്കിയിട്ട് തോക്കെടുത്ത് പ്രയോഗിച്ചാൽ അയാൾക്ക് എന്താ കിട്ടുക? അയാൾക്ക് ശിക്ഷ കൊടുക്കുക തന്നെ ചെയ്യണം. അതേപോലെയാണ് ഇവിടെയും. നമ്മൾ ആ തലത്തിൽ എത്തണം എങ്കിൽ മാത്രമേ ഭഗവാൻ അല്ലെങ്കിൽ പരമാത്മാവ് നൽകുന്ന നിർദ്ദേശങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനും അതനുസരിച്ചിട്ട് പ്രവർത്തിയെടുക്കാനും നമ്മൾക്ക് സാധിക്കുകയുള്ളൂ. അപ്പം നമ്മളുടെ ഉള്ളിൽ നിന്നും പുറത്തു നിന്നും നമുക്ക് പ്രവൃത്തി ചെയ്യാൻ പ്രേരണ നമുക്ക് കിട്ടുന്നുണ്ട്. ആ പ്രേരണ ആര് തരുന്നതാണ് എന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു വിവേക ബുദ്ധി നമുക്ക് ഉണ്ടാവണം. അതുപോലെ തന്നെ കർമ്മ ഉപകരണങ്ങൾ ഏതെല്ലാമാണെന്നും നമ്മൾ തന്നെയാണ് കർത്താവെന്നും അതിനുള്ള അനുമതി നൽകുന്നത്, നമ്മൾ ഇന്നത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ പ്രവൃത്തി ചെയ്യാനുള്ള അനുമതി തരുന്നത് ഭഗവാനാണ് എന്നും മനസ്സിലാക്കി എടുക്കാനുള്ള കഴിവ് നമുക്കുണ്ടാവണം. ഇതെല്ലാം അറിയുന്ന ഒരു ജ്ഞാനി ആ ജ്ഞാനി ചെയ്യുന്ന പ്രവൃത്തികളെ ശരിയായ രീതിയിൽ ആയിരിക്കും. ഏത് പ്രവൃത്തിയും മികച്ച നിലയിൽ നിർവഹിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ വ്യക്തിപരമായ പ്രവൃത്തിയും ഉത്തരവാദിത്വവും മിഥ്യാഹങ്കാരത്തിൽ നിന്നും നിരീശ്വരത, ഈശ്വരാവബോധമില്ലായ്മ അഥവാ കൃഷ്ണാവബോധമില്ലായ്മയിൽ നിന്നുമാണ് ഉടലെടുക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ് വേണ്ടത്? നമ്മളുടെ മിഥ്യാഹങ്കാരം നമ്മൾ കളയുക, ഞാൻ എന്റേതെന്നുള്ള ഭാവം കളയുക. ഇതെല്ലാം ഭഗവാനാണ് സർവ അധിപതി, സർവവ്യാപി ഭഗവാനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക, നമ്മൾ കർമ്മം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ആ കർമ്മങ്ങൾക്ക് പ്രതിപ്രവർത്തനങ്ങൾ ഉണ്ടാവില്ല, റിയാക്ഷൻ ഉണ്ടാവില്ല. ആ പ്രവൃത്തി കൊണ്ട് നമുക്ക് പരിപൂർണതയിൽ എത്തിച്ചേരാം. ഇതാണ് ഈ ശ്ലോകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജ്ഞാനം ജ്ഞേയം പരിജ്ഞാത ത്രിവിധ കർമ്മ ചോദന കരണം കർമ്മ കർത്തേതി ത്രിവിധ കർമ്മ സംഗ്രഹ. അപ്പം നമ്മള് പ്രവൃത്തി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി പ്രവൃത്തിക്ക് കാരണമായിട്ടുള്ള 3 ഘടകങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ്? ജ്ഞാന വിഷയം, അതായത് ജ്ഞേയം ജ്ഞാനി. ജ്ഞാനം ജ്ഞേയം ജ്ഞാനി, ഈ 3 ഘടകങ്ങളാണ് കർമ്മത്തിന് സഹായിക്കുന്നത്. അതുകൂടാതെ ഇന്ദ്രിയങ്ങൾ, കർമ്മം, കർത്താവ് എന്നിവ അതിന്റെ ഘടകങ്ങളാണ്. അപ്പം നമ്മൾ ചെയ്യുന്ന നിത്യകർമ്മങ്ങൾക്ക് 3 തരത്തിൽ പ്രേരകനുണ്ട്. അതിനെ പ്രചോദനം തരുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന് ജ്ഞാനം, ആ പ്രവൃത്തിയെ കുറിച്ചുള്ള അറിവ്. പിന്നെ ജ്ഞേയം, ആ പ്രവൃത്തി എന്താണ് എന്ന വിഷയം എന്താണ്. പിന്നെ ആ പ്രവൃത്തിയെ കുറിച്ച് അറിയാവുന്ന ആള്, അതാണ് ജ്ഞാനി. പിന്നെ കർമ്മഘടകങ്ങളാണ്, അത് കർമ്മ ഉപകരണങ്ങൾ, കർമ്മം, കർത്താവ്. ഇതാണ് കർമ്മഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഏത് പ്രവൃത്തി ചെയ്താലും ഇത്രയും ഘടകങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. ഇപ്പൊ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യണമെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ആദ്യം അത് തോന്നിക്കും, ഇല്ലേ? ഇപ്പൊ പഠിക്കണം, നമുക്ക് ഇനി ഇരുന്ന് കുറച്ച് സമയം നമുക്ക് വായിക്കാം, അല്ലെങ്കിൽ നാമം ജപിക്കാം, അല്ലെങ്കിൽ കുട്ടികളാണെങ്കിൽ നമുക്ക് പഠിക്കാം എന്നുള്ള ഒരു തോന്നല് നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവും. പക്ഷെ ആ തോന്നൽ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ആ പ്രവൃത്തി ചെയ്യണമെന്നില്ല. ആ തോന്നലുണ്ടെങ്കിൽ ആ തോന്നലിനെ പ്രേരിപ്പിക്കുന്ന, അതിനെ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നത് ആരാണ്? പരമാത്മാവാണ്. അപ്പം ആ തോന്നലിന് അല്ലെങ്കിൽ ആ ചിന്തയ്ക്കനുസരിച്ചിട്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ആരൊരുക്കും? അതിനുള്ള സെറ്റിങ്സ് പരമാത്മാവ് നമ്മളുടെ ഉള്ളില് ഒരുക്കും. ബാക്ക്ഗ്രൗണ്ട് എല്ലാം അറേഞ്ച് ചെയ്ത് തരും. അതിന് വേണ്ടുന്ന സെൻസ് ഉണ്ട്, അതിനെയെല്ലാം ഉത്തേജിപ്പിക്കുന്നതാരാണ്? പരമാത്മാവാണ്. എങ്കിൽ മാത്രമേ നമ്മളുടെ ആ ചിന്ത നമുക്ക് പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മൾ സ്കൂളുകളിലെ ന്യൂറോണിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ഹൈസ്കൂളില്, ഇല്ലേ? അത് ഭൗതികമായിട്ട് പറഞ്ഞു തരുന്നു. പക്ഷെ ഇവിടെ ഭഗവാൻ അത് ആധ്യാത്മികമായിട്ട് നമ്മൾക്ക് പറഞ്ഞു തരുന്നു. രണ്ടും ഒന്ന് മാത്രം. ഒന്ന് മെറ്റീരിയലാണ്, ഇത് സ്പിരിച്വലായിട്ട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു എന്ന് മാത്രമാണ്. അപ്പം നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യണമെങ്കിലും നമ്മൾ അവിടെ പഠിച്ചത് എന്താണ്? അതിനനുസരിച്ചിട്ടുള്ള കോശങ്ങളുണ്ട്,
അതെല്ലാം ഉത്തേജിക്കപ്പെടും. എങ്കിൽ മാത്രമേ ആ പ്രവൃത്തി ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇവിടെ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാല് ഭഗവാൻ അതിന് വേണ്ടുന്ന എല്ലാ സെറ്റിങ്സും അറേഞ്ച് ചെയ്യും. എങ്കിൽ മാത്രമേ നമുക്ക് ആ പ്രവൃത്തി ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മളൊന്ന് ആഗ്രഹിച്ചാൽ അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചാല് നമുക്ക് സ്വയം അത് പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കില്ല. അതിനും ആരുടെ സഹായം വേണം? പരമാത്മാവിന്റെ സഹായം വേണം, ഭഗവാന്റെ സഹായം വേണം. നമ്മൾ 15-ാം അധ്യായത്തിൽ കണ്ടു, നമ്മൾ ഭക്ഷിക്കുന്ന ഭക്ഷണം ദഹിപ്പിക്കാനുള്ള കഴിവ് പോലും നമുക്കില്ല എന്ന്, ഇല്ലേ? നമ്മൾ അത്രയ്ക്കും നിസ്സാരരാണ് ജീവാത്മാക്കൾ. ആ നമ്മളാണ് വലിയ ആളാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അഹങ്കരിക്കുന്നത്. നമ്മൾ ആരുമല്ല, നമ്മൾ ഒന്നുമല്ല എന്ന് നമ്മൾ ഓരോ അധ്യായത്തിൽ മുന്നോട്ട് പോകുന്തോറും നമ്മൾ പഠിക്കേണ്ട പാഠം ഇതാണ്. ഭഗവാനാണ് എല്ലാം. ഭഗവാന്റെ ഇച്ഛ കൂടാതെ നമുക്കൊന്ന് അനങ്ങാൻ പോലും സാധിക്കില്ല എന്ന് നമ്മൾ പ്രത്യേകം ഓർമ്മിക്കണം. അപ്പം എന്ത് പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുൻപും അതിന് ഒരു യഥാർത്ഥ കർമ്മത്തിന്റെ ഒരു പരിപാടി അറേഞ്ച് ചെയ്യും. അതാ യഥാർത്ഥ പ്രവൃത്തിയുടെ ഒരു സൂക്ഷ്മ രൂപമാണ് സെറ്റിങ്സ് എന്ന് പറയുന്നത്. ആ സെറ്റിങ്സിൽ നിന്നാണ് ആ കർമ്മം അല്ലെങ്കിൽ പ്രവൃത്തി ഉണ്ടാകുന്നത്. അപ്പൊ അതിനെന്ത് വേണം? നമ്മൾ ചിന്തിക്കണം, അതിനനുസരിച്ചിട്ടുള്ള വികാരങ്ങൾ ഉണ്ടാവണം, ആഗ്രഹങ്ങൾ ഉണ്ടാവണം. ഇച്ഛ എന്ന് പറയുന്നത് ആഗ്രഹം. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ആ പ്രവൃത്തി ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ എല്ലാത്തിന്റെയും പ്രചോദനം അല്ലെങ്കിൽ പ്രേരണ എന്ന് പറയുന്നത് ഇതാണ്. അപ്പം അത് ശാസ്ത്രങ്ങളിൽ നിന്നാവാം നമുക്ക് പ്രേരണ കിട്ടുക, അല്ലെങ്കിൽ നമ്മളുടെ ഗുരു, ആധ്യാത്മിക ഗുരുവിൽ നിന്നാവാം നമുക്ക് പ്രേരണ കിട്ടുന്നത്. എങ്ങനെയായാലും ആ പ്രേരണയ്ക്ക് വ്യത്യാസമില്ല. അപ്പൊ കർത്താവും പ്രേരണയും ഉള്ളപ്പോൾ സർവേന്ദ്രിയ കേന്ദ്രമായ മനസ്സുൾപ്പെടെയുള്ള ഇന്ദ്രിയങ്ങളുടെ സഹായം കൊണ്ട് മാത്രമേ നമുക്ക് ആ പ്രവൃത്തി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഇതിനെയാണ് കർമ്മസംഗ്രഹം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ സാത്വികമായിട്ടുള്ള ത്യാഗം അല്ലെങ്കിൽ സന്യാസം എന്ന് പറയുന്നത് ആർക്കുള്ളതാണ്? ജ്ഞാനികൾക്കുള്ളതാണ്. ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്, നമ്മളെല്ലാവരും ജീവാത്മാക്കളാണ്. ജീവാത്മാക്കളെ വേദപ്രകാരമുള്ള പ്രവൃത്തികൾ ചെയ്യണം, എങ്കിൽ മാത്രമേ നമ്മൾക്ക് ശുദ്ധരാവാൻ പറ്റുകയുള്ളൂ എന്ന് വേദങ്ങളിൽ പറയുന്നുണ്ട്. പക്ഷേ നമ്മളെ കൃഷ്ണാവബോധത്തിൽ വന്നു കഴിഞ്ഞാല് കൃഷ്ണാവബോധ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മൾ ശുദ്ധരാവുന്നുണ്ട്. നമ്മളുടെ ഹൃദയത്തിലെ മാലിന്യങ്ങളെല്ലാം നീങ്ങി നമ്മളെ ശുദ്ധരാകുന്നു. നമുക്ക് പ്രത്യേകിച്ച് വേദപ്രകാരമുള്ള വേദങ്ങളിലെ കർമ്മകാണ്ഡങ്ങളിൽ പറയുന്ന പ്രവൃത്തികളൊന്നും നമുക്ക് ചെയ്യേണ്ടി വരുന്നില്ല. അപ്പം നമ്മള് ഭഗവാനെ പരിപൂർണമായിട്ട് സമർപ്പിതരാകണം, ശരണാഗതി അടയണം. അങ്ങനെ പരിപൂർണമായിട്ട് ഭഗവാനിൽ സമർപ്പിതരായവരാണ് ആര്? പരിശുദ്ധാത്മാക്കൾ എന്ന് പറയുന്നവര്, മഹാത്മാക്കള്. അങ്ങനെയുള്ളവർക്ക് പ്രത്യേകിച്ച് പ്രവൃത്തി ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവര് ഹൃദയവിശുദ്ധി കൈവരിച്ചവരാണ്. അപ്പം കർമ്മ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാല് കർമ്മ ഉപേക്ഷിക്കുക എന്നുള്ളതല്ല അർത്ഥം. അവിടെ നമ്മൾ ഒന്നും ചെയ്യാതെ കൈയും കെട്ടിയിരിക്കുക എന്നല്ല അർത്ഥം. പിന്നെയോ കർമ്മഫലത്തിലുള്ള ആസക്തി ഉപേക്ഷിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പം ഈ കർമ്മഫലത്തിലുള്ള ആസക്തി ഉപേക്ഷിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു തരത്തിലുള്ള നഷ്ടങ്ങളും ഉണ്ടാകുന്നില്ല. അപ്പം നമുക്ക് ജ്ഞാനം കിട്ടുന്നത് എപ്പോഴാണ്? നമ്മളത് നേരത്തെ പലതവണ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ കർമ്മയോഗത്തെ എന്താക്കി മാറ്റണം? നിഷ്കാമ കർമ്മയോഗമാക്കി മാറ്റണം. അതായത് കർമ്മഫലത്തിൽ ആസക്തി വെച്ച് പുലർത്താതിരിക്കുമ്പോൾ അത് നിഷ്കാമ കർമ്മയോഗമാകും. ആ നിഷ്കാമ കർമ്മയോഗത്തില് മൂലയ്ക്ക് നമ്മളിറങ്ങുന്നിടത്ത് അവിടുന്ന് പോകുന്നു. ഹരേ കൃഷ്ണ. പ്ലീസ് ദയവ് ചെയ്ത് ക്ലാസിന്റെ ഇടയിൽ സംസാരിക്കാതിരിക്കുക, എനിക്ക് ശ്രദ്ധ വിട്ടു പോകും. നമ്മള് നിഷ്കാമ കർമ്മയോഗത്തില് നമുക്ക് ജ്ഞാനം കിട്ടും, നമ്മളുടെ ഹൃദയം ശുദ്ധമാകും. കാരണം അവിടെ നമ്മൾ റിസൾട്ട് ആഗ്രഹിക്കുന്നില്ല. റിസൾട്ട് ആഗ്രഹിക്കുമ്പോഴാണ് അത് നമ്മളുടെ പ്രവൃത്തി അത് വികലമാകുന്നത്. റിസൾട്ട് ആഗ്രഹിക്കാതെ ഭഗവാന്റെ സന്തുഷ്ടിക്ക് വേണ്ടി നമ്മൾ പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മളുടെ കർമ്മങ്ങൾ അല്ലെങ്കിൽ പ്രവൃത്തികളുടെ പരിപൂർണതയുടെ തലത്തിലെത്തും. അപ്പം നമുക്ക് ജ്ഞാനം കിട്ടും, ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം കിട്ടും. പക്ഷേ ഈ ജ്ഞാനം കിട്ടണമെങ്കിൽ നമ്മൾ വളരെ ദൂരം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. സേവനം ചെയ്ത് നമ്മൾ കുറെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ജ്ഞാനം നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അതിന്റെ എളുപ്പ വഴി എന്താണ്? ഗോപികമാരാണ് ഉദാഹരണം. ഗോപികമാരെന്ന് പറയുന്നത് അവര് അത്യുന്നത തലത്തിൽ സ്ഥിതി ചെയ്യുന്നവരാണ്, ഭക്തിയുടെ പരമകാഷ്ഠയിലെത്തിയവരാണ് ഗോപികമാര്. അപ്പം നമ്മൾ ശ്രീമദ് ഭാഗവതത്തിലെ ഗോപികമാരും ഭഗവാനുമായിട്ടുള്ള ലീലകൾ ധാരാളമുണ്ട്. അപ്പം ആ ലീലകൾ നമ്മൾ സ്മരിക്കുക, അല്ലെങ്കിൽ ലീലകൾ നമ്മൾ നിത്യവും ശ്രവിക്കുക.
അതായത് ശ്രീമദ് ഭാഗവതം നമ്മൾ നിത്യവും വായിക്കുകയും പഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ ഹൃദയവിശുദ്ധി കൈവരിക്കാൻ നമുക്ക് സാധിക്കും. ഇതാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് പറയുന്നത്. നമ്മളുടെ ഹൃദയത്തിൽ നമ്മൾ ജന്മാന്തരങ്ങളായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന അസറ്റ് എന്ന് പറയുന്നത് ഈ പാപപുണ്യങ്ങളാണ്. നമ്മൾ ഗോപികമാരുടെ ലീലകൾ സ്മരിക്കുകയും ഭാഗവതം നിത്യേന ഒരു ശ്ലോകമെങ്കിലും നിത്യേന പാരായണം ചെയ്യുമ്പോൾ നമ്മളുടെ ഹൃദയം ഓട്ടോമാറ്റിക്കായിട്ട് ശുദ്ധമാവുകയാണ് ചെയ്യുന്നത്. ആ ശുദ്ധമായ ഹൃദയത്തിൽ ആര് വരും? ഭഗവാൻ വരും. ഭഗവാൻ വന്നിരുന്ന ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് വെളിവാക്കി തരും. അപ്പോൾ മാത്രമേ നമുക്ക് ഈ പരമാത്മാവിന്റെ അല്ലെങ്കിൽ ഭഗവാന്റെ നിർദ്ദേശങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലാണ്ട് നമ്മളുടെ ഉള്ളിലിരുന്ന് ആരെങ്കിലും എന്തെങ്കിലും അത് ചെയ്യൂ പറയുമ്പോൾ നമ്മളത് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ബന്ധനത്തിലെ കർമ്മബന്ധനത്തിൽ കുടുങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ ഉള്ളിലിരുന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ അത് മായ നമ്മളെ അപകടത്തിൽ പെടുത്തുകയാണ് ചെയ്യുന്നത്. അത് മായ തരുന്ന നിർദ്ദേശങ്ങളാണ്. അല്ലാണ്ട് പരമാത്മാവ് നിർദ്ദേശം തരത്തക്ക രീതിയിൽ നമ്മൾ എത്തിയിട്ടില്ല. ആ തലത്തിൽ എത്തിയാൽ നമുക്കത് തിരിച്ചറിയാനും അതനുസരിച്ചിട്ട് പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കുന്നു. അപ്പൊ നമ്മളിവിടെ 3 കാര്യങ്ങൾ: ജ്ഞാനം, ജ്ഞേയം, പിന്നെ ജ്ഞാനി. ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ആത്മാവ്. ഇതാണ് ശരിയായിട്ടുള്ള ജ്ഞാനം. നമ്മള് ജീവാത്മാക്കളാണ് എന്നുള്ള അറിവ്, അതാണ് ജ്ഞാനമെന്ന് പറയുന്നത്. നമ്മളുടെ ലക്ഷ്യം എന്താണ്? ഭഗവത് പ്രാപ്തി. ആ ജീവാത്മാവിനെ ആ ഭഗവാന്റെ ആ ധാമത്തിൽ എത്തിക്കുക, ഇതാണ് നമ്മളുടെ ജീവിത ലക്ഷ്യമെന്ന് പറയുന്നത്. പിന്നെ ജ്ഞാനി ആരാണ്? ഈ ജ്ഞാനം നേടിയ ആളാണ് ജ്ഞാനി എന്ന് പറയുന്നത്. പിന്നെ ജ്ഞേയം എന്ന് പറയുന്നത് എന്താണ്? ഈ ജ്ഞാനം ഇത് എന്തിനെയാണോ അറിയേണ്ടത് അതാണ് ജ്ഞേയം. അതാണ് ജീവാത്മാവിനെ ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം നേടുക, അതാണ് ജ്ഞേയം എന്ന് പറയുന്നത്. പിന്നീട് ഇവിടെ പരിജ്ഞാത എന്നൊരു വാക്ക് ശ്ലോകത്തിലുണ്ട്. പരിജ്ഞാത എന്ന് പറഞ്ഞാല് അത് ജ്ഞാനി തന്നെയാണ്, അറിയുന്നവൻ എന്നാണ് പരിജ്ഞാതാവ് എന്നുള്ള വാക്കിന്റെ അർത്ഥം. അപ്പം ഇതൊക്കെ എന്തിനെ ആശ്രയിച്ചിരിക്കും? നമ്മളുടെ പ്രവൃത്തികളെ, കർമ്മത്തെ ആശ്രയിച്ചിട്ടാണ് ഇത് ഇരിക്കുക. അപ്പൊ ഇതൊക്കെ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും? ഒരു സന്യാസിക്കാണ് ഇത് വേഗം മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുക. അപ്പം ജ്ഞാനം എന്തിന് കാരണമാകുന്നു? കർമ്മത്തിന് കാരണമാകുന്നു. അറിവുണ്ടെങ്കിൽ നമുക്കൊരു പ്രവൃത്തി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് സംസാരിക്കണമെങ്കിൽ സംസാരിക്കാനുള്ള ഒരു അറിവ് വേണം. നമ്മൾ പഠിക്കണമെങ്കിൽ അതിനുള്ള അറിവ് നമുക്ക് വേണം. കാര്യങ്ങൾ മനസ്സിലാക്കിയെങ്കിലേ നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ എന്താണ് അറിയേണ്ടത്? ജീവാത്മാവിന്റെ പ്രകൃതി, ആ ജീവാത്മാവിന്റെ സ്വഭാവത്തെ കുറിച്ചാണ് നമ്മൾ അറിയേണ്ടത്. അപ്പം ജ്ഞാനം, ജ്ഞേയം, പരിജ്ഞാത, ഇതാണ് കർമ്മത്തിന് കാരണമായിട്ടുള്ളത്, അല്ലെങ്കിൽ കർമ്മം ചെയ്യാൻ പ്രേരണ നൽകുന്ന ഘടകങ്ങൾ ഇത് 3-മാണ്: ജ്ഞാനം, ജ്ഞേയം, പരിജ്ഞാത. ഇത് 3 എവിടെയാണ്? നിഷ്കാമ കർമ്മ യോഗത്തിലാണ് ഇത് 3 കാണപ്പെടുന്നത്. അപ്പം കർമ്മചോദനയ്ക്ക് കാരണം എന്താണ്? നിഷ്കാമ കർമ്മയോഗമാണ് കർമ്മത്തിന് പ്രേരണ നൽകുന്നത്. അപ്പം അങ്ങനെ ജ്ഞാനത്തിന്റെ പ്രക്രിയ, ജ്ഞാനപ്രക്രിയ, പിന്നെ ജ്ഞാനത്തിന്റെ അല്ലെങ്കിൽ അറിവിന്റെ ലക്ഷ്യം, പിന്നെ പരിജ്ഞാതാവ്, ഇത് 3 നിഷ്കാമ കർമ്മയോഗമാണ്. നിഷ്കാമ കർമ്മയോഗത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളാണ്. ഇതിനെയാണ് കർമ്മസംഗ്രഹം എന്ന് ഇവിടെ ശ്ലോകത്തില് പദം പ്രയോഗിച്ചിരിക്കുന്നത്. ത്രിവിധ കർമ്മസംഗ്രഹ, ഇത് 3-മാണ് കർമ്മസംഗ്രഹം എന്ന് പറയുന്നത്. അപ്പം ജ്ഞാനം, ജ്ഞേയം, പരിജ്ഞാത, ഇത് 3-മാണ് കർമ്മസംഗ്രഹം എന്ന് പറയുന്നത്. നമുക്ക് എന്ത് പ്രവൃത്തി ചെയ്യണമെങ്കിലും ആ കർമ്മത്തെ കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടാവണം. പിന്നെ അതിന് പ്രേരണ കിട്ടണം, പ്രചോദനം കിട്ടണം. എങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ, നമ്മൾ ചിന്തിച്ചുകൊണ്ടായില്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് അതിന് പ്രേരണ കിട്ടണം. എങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നെ പരിജ്ഞാതാവ്, ആ പ്രവൃത്തി ചെയ്യാൻ അറിയുന്ന ആളാണ്, ആ കർമ്മം ചെയ്യാൻ അറിയുന്ന ആളാണ് പരിജ്ഞാതാവ്. ഇത് 3 ചേർന്നെങ്കിൽ മാത്രമാണ് കർമ്മസംഗ്രഹം അവിടെ പൂർത്തിയാവുകയുള്ളൂ. അപ്പൊ ഇതെല്ലാം നിഷ്കാമ കർമ്മയോഗത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പൊ ജ്ഞാനം, ജ്ഞാനവിഷയം, ജ്ഞാനി, ഇത് 3-ഉം ഏത് നമ്മുടെ നിത്യകർമ്മങ്ങൾക്ക് അടിസ്ഥാനമാണ്. അപ്പൊ നമുക്ക് ഇതിനുള്ള പ്രേരണ കിട്ടുന്ന ഒരുപക്ഷെ ശാസ്ത്രങ്ങൾ പഠിച്ചിട്ടാവാം, അല്ലെങ്കിൽ ആധ്യാത്മിക ഗുരുവിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടാവാം. പക്ഷെ എങ്ങനെയാണെങ്കിലും പ്രേരണയ്ക്ക് വ്യത്യാസമില്ല. ആ പ്രേരണ എവിടെ നിന്ന് കിട്ടിയാലും നമ്മളത് സ്വീകരിച്ചിട്ട് നമ്മൾ സേവനം ചെയ്യണം.
അപ്പൊ കർത്താവും പ്രചോദനവും ഉള്ളപ്പോൾ സർവേന്ദ്രിയ കേന്ദ്രമായ മനസ്സുൾപ്പെടെയുള്ള ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടെ യഥാർത്ഥ കർമ്മം രൂപം കൊള്ളുന്നു. അപ്പൊ നമ്മൾ പ്രവൃത്തി ചെയ്യണമെന്ന് ചിന്തിച്ചാൽ മാത്രം പോരാ, അവിടെ ചെയ്യാനുള്ള ഒരാൾ വേണം. പിന്നെ അതിനുള്ള പ്രേരണ നമുക്ക് ഉള്ളിൽ നിന്ന് കിട്ടണം. പിന്നെ ഇതെല്ലാം കൂടി ചേർന്ന് ഭഗവാന്റെ പ്രേരണ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളില് ആ നെറ്റ്വർക്കിന്റെ പ്രവർത്തനം തുടങ്ങുകയായി. അപ്പൊ അതിനനുസരിച്ചുള്ള കോശങ്ങളൊക്കെ ഉത്തേജിതമാകും. അതിനനുസരിച്ചിട്ട് മനസ്സും ബുദ്ധിയും പ്രവർത്തിച്ചു തുടങ്ങും. എങ്കിൽ മാത്രമേ അപ്പൊ ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കും. ഇങ്ങനെ ഇതെല്ലാം കൂടി ഒത്തുചേരുമ്പോൾ മാത്രമേ നമുക്ക് ആ പ്രവൃത്തി ചെയ്യാൻ പരിപൂർണതയിൽ എത്തിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നാണ് ഈ ശ്ലോകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതെല്ലാം കൂടി ചേരുന്നതാണ് കർമ്മസംഗ്രഹം എന്ന് പറയുന്നത്. അതിൽ ചെയ്യുന്ന ആളുണ്ട്, ചെയ്യുന്ന ആളിന്റെ ചിന്തയുണ്ട്, അതിൽ പരമാത്മാവുണ്ട്, ഭഗവാനുണ്ട്. അവരാണ് അതിന് പ്രേരിപ്പിക്കുന്നത്. പിന്നെ ഭഗവാൻ അതിനുള്ള എല്ലാ സ്റ്റേജ് അറേഞ്ച്മെന്റും ചെയ്യും. അതായത് അതിന് വേണ്ടുന്ന കോശങ്ങളെ എല്ലാം ഉത്തേജിപ്പിക്കും. പിന്നെ അതിനുള്ള പ്രേരണ നമുക്ക് തരും. നമ്മളുടെ മനസ്സിനെയും ബുദ്ധിയെയും ഇന്ദ്രിയങ്ങളെയും ഒക്കെ പ്രവർത്തിപ്പിക്കും. ഇങ്ങനെ ഇതെല്ലാം കൂടി ഒത്തുചേരുമ്പോഴാണ് പ്രവൃത്തി പൂർണ്ണതയിലെത്തുന്നത്. ഇതിനെയാണ് കർമ്മസംഗ്രഹം എന്ന് പറയുന്നത്. ഇനി അടുത്ത ശ്ലോകത്തില് ജ്ഞാനം കർമ്മച്ച കർത്താച്ച ത്രിധൈവ ഗുണഭേദതഃ പ്രോച്യതേ ഗുണസംഖ്യാനേ യഥാവച്ഛൃണുതാന്യപി. ഭൗതിക പ്രകൃതിയുടെ 3 വ്യത്യസ്ത ഗുണങ്ങൾ അനുസരിച്ച് 3 വിധത്തിലുള്ള ജ്ഞാനം, കർമ്മം, കർത്താവ് എന്നിവയുണ്ട്. അവയെപ്പറ്റി ഇനി കേൾക്കും. നമ്മൾ ഇതിന് മുൻ അധ്യായങ്ങളില് 14 അധ്യായം മുതൽ നമ്മൾ ത്രിഗുണങ്ങളെ കുറിച്ച് എടുത്തു പഠിച്ചു തുടങ്ങി, ഇല്ലേ? ത്രിഗുണങ്ങളുടെ സ്വഭാവങ്ങൾ, സാത്വിക സ്വഭാവികൾ എങ്ങനെയുള്ളവരായിരിക്കും, രാജസികം, താമസികം, ഇവയുടെയൊക്കെ സ്വഭാവ സവിശേഷതകള്, ഇവ ദാനം, യജ്ഞം, പിന്നെ തപശ്ചര്യകളെ, ഈ ത്രിഗുണങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ഈ അധ്യായത്തില് പറയുന്നത് എന്താണ്? ത്രിഗുണങ്ങളെ അനുസരിച്ചിട്ടുള്ള ജ്ഞാനമുണ്ട്, കർമ്മമുണ്ട്, കർത്താവുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ 3 കാര്യങ്ങളാണ്. ത്രിഗുണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ജ്ഞാനം, ത്രിഗുണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള കർമ്മം, ത്രിഗുണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള കർത്താവ്. ഇതിനനുസരിച്ചിട്ടാണ് ഇനിയുള്ള ശ്ലോകങ്ങൾ. നമ്മള് 14-ാമത്തെ ശ്ലോകത്തില് 14-ാം അധ്യായത്തില് തത്ര സത്വം നിർമ്മലത്വാദ് എന്ന് നമ്മൾ പഠിച്ചു, ഇല്ലേ? തത്ര സത്വം നിർമ്മലത്വ പ്രകാശകമനാമയം സുഖസംഗേന ബധ്നാദി ജ്ഞാനസംഗേന ചാനഘ. അതായത് സത്വഗുണം വിശുദ്ധമാണ്, പ്രകാശമാണ്, പിന്നെ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നതാണ്. അപ്പൊ ആ സത്വഗുണത്തിൽ സ്ഥിതി ചെയ്യുന്നവരെ സുഖത്താലും ജ്ഞാനത്താലും ബദ്ധരാക്കപ്പെടും. സത്വഗുണം നമുക്ക് മോചനം നൽകുന്നില്ല. അപ്പൊ ത്രിഗുണങ്ങളൊന്നും നമ്മളെ മോചിപ്പിക്കുകയല്ല, പകരം നമ്മളെ ഭൗതികതയിൽ കുടുക്കുകയാണ്, ബന്ധനത്തിലാക്കുകയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ ഓർമ്മിക്കണം. അപ്പൊ നമ്മൾ ഈ ത്രിഗുണങ്ങളെ അതിക്രമിച്ച് നമ്മൾ എവിടെ എത്തണം? ശുദ്ധ സത്വത്തിൽ എത്തിച്ചേരണം. അവിടെ നിന്ന് വിശുദ്ധ സത്വത്തിൽ എത്തിച്ചേരണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭൗതികതയിൽ നിന്ന് പുറത്തു കിടക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ജ്ഞാനത്തെ കുറിച്ചിട്ടാണ് ഇവിടെ പറയാൻ പോകുന്നത്. സർവഭൂതേഷു ഏനൈകം ഭാവമവ്യയമീക്ഷതേ അവിഭക്തം വിഭക്തേഷു തജ്ഞാനം വിദ്ധി സാത്വികം. അപ്പം സാത്വികമായിട്ടുള്ള ജ്ഞാനം എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം ഏത് ജ്ഞാനം കൊണ്ടാണോ എല്ലാ ചരാചരങ്ങളിലും കുടികൊള്ളുന്ന പരമാത്മ ചൈതന്യത്തെ തിരിച്ചറിയാൻ സാധിക്കുന്നത്? പരമാത്മ ചൈതന്യം ഒന്നാണ്. എന്നിലും നിങ്ങളിലും എല്ലാ ജീവജാലങ്ങളിലും കുടികൊള്ളുന്ന പരമാത്മ ചൈതന്യം ഒന്നു തന്നെയാണ് എന്ന് ആരാണോ മനസ്സിലാക്കുന്നത്, ആ ജ്ഞാനമാണ് എന്ത്? സാത്വികമായിട്ടുള്ള ജ്ഞാനം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വ്യക്തികൾ എല്ലാവരോടും സമഭാവനയോടെ പെരുമാറും. സമദൃഷ്ടി എല്ലാവരെയും നോക്കിക്കാണാനുള്ള കഴിവ് ആ വ്യക്തിക്ക് ഉണ്ടാവും. ഇതാണ് സാത്വികമായിട്ടുള്ള ജ്ഞാനം എന്ന് പറയുന്നത്. അസംഖ്യം രൂപങ്ങളിൽ ഭിന്നമായി കാണപ്പെടുന്നുവെങ്കിലും എല്ലാ ജീവജാലങ്ങളിലും അവിഭക്തമായ ഒരേ ആധ്യാത്മിക പ്രകൃതിയെ കാണാൻ കഴിയുന്ന ജ്ഞാനം ഏതോ അതാണ് സാത്വികമായതെന്ന് നീ മനസ്സിലാക്കണം. അപ്പൊ എല്ലാ ജീവജാലങ്ങളിലും എല്ലാ ചരാചരങ്ങളിലും കുടികൊള്ളുന്ന പരമാത്മ ചൈതന്യം ഒന്നു തന്നെയാണ്, ഭഗവാനാണ് എന്നുള്ള തിരിച്ചറിവ്, അതാണ് സാത്വികമായിട്ടുള്ള ജ്ഞാനം എന്ന് പറയുന്നത്. ആ ജ്ഞാനമുള്ള വ്യക്തി ഒരിക്കലും മറ്റുള്ളവരോട് മോശമായിട്ട് പെരുമാറില്ല. ആരും ശത്രുക്കൾ ഉണ്ടാവില്ല. എല്ലാവരും മിത്രങ്ങളായിരിക്കും. ആ വ്യക്തിക്ക് എല്ലാവരും സുഹൃത്തുക്കളായിരിക്കും.
എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടിയിട്ടായിരിക്കും അങ്ങനെയുള്ള ഒരു ജ്ഞാനി പ്രവർത്തിക്കുക. ദേവനാകട്ടെ, മനുഷ്യനാകട്ടെ, പക്ഷിമൃഗങ്ങളോ ജലജന്തുക്കളോ വെറും സസ്യങ്ങളോ ആകട്ടെ, സർവ്വജീവികളിലും ഒരേ ജീവാത്മാവിനെ കാണാൻ കഴിയുന്ന വ്യക്തി സാത്വിക ജ്ഞാനമുള്ളവനാണ് എന്ന് പറയാം. എല്ലാ ജീവസത്തകളിലും ഒരേ ആത്മചൈതന്യമാണ് കുടികൊള്ളുന്നത്. പക്ഷെ ശരീരം കിട്ടുന്നത് അവനവന്റെ പൂർവജന്മ വാസനകൾക്കനുസരിച്ചിട്ടാണ് ഓരോരുത്തർക്കും ശരീരം കിട്ടുന്നത്. അതുകൊണ്ടാണ് ശരീരം വ്യത്യസ്തമാകുന്നത്. പക്ഷെ പരമാത്മ ചൈതന്യം എല്ലാവരിലും ഒന്നു തന്നെയാണ് എന്ന് മനസ്സിലാക്കണം. ജീവചൈതന്യത്തിന്റെ പ്രത്യക്ഷീഭാവം ഭഗവാന്റെ പരാപ്രകൃതിയാണ്. ആ പരമതത്വത്തെ, ആ ജീവചൈതന്യത്തെ ഏതൊരു ശരീരത്തിലും കാണുന്നത് സാത്വികമായിട്ടുള്ള വീക്ഷണമാണ്. ആ ജീവചൈതന്യം അനശ്വരമാണ് എന്ന് മനസ്സിലാക്കണം. ശരീരം നശിക്കുന്നതാണ് എന്നുള്ള ബോധ്യം ഉണ്ടാവണം. അപ്പം വ്യത്യാസങ്ങൾ കാണുന്നത് എവിടെയാണ്? ശരീരത്തിനാണ് വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നത്, പരമാത്മാവിനല്ല എന്ന് മനസ്സിലാക്കണം. അതായത് അവിനാശിയായ ആത്മാവിനെ എല്ലാ ശരീരങ്ങളിലും കുടികൊള്ളുന്നതായിട്ട് ആരാണോ കാണുന്നത് അവനാണ് സാത്വിക ജ്ഞാനി എന്നാണ് ഈ ശ്ലോകത്തില് പറയുന്നത്. അപ്പൊ നമ്മളുടെ ചുറ്റുമുള്ള എല്ലാവരോടും, എല്ലാ ജീവജാലങ്ങളോടും നമ്മൾ ദയോടെ പെരുമാറണം. കാരണം എല്ലാവരുടെ ഹൃദയത്തിലും കുടികൊള്ളുന്ന ആത്മാവ് ഒന്നു തന്നെയാണ്. ശരീരം മാത്രമേ വ്യത്യസ്തമായിട്ടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കി എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറാന് നമ്മൾ പഠിക്കണം. പൃഥക്തേന തു യജ്ഞാനം നാനാഭാവാൻ പൃഥഗ്വിധാൻ വേത്തി സർവേഷു ഭൂതേഷു തജ്ഞാനം വിദ്ധി രാജസം. ഇനി രാജസികമായിട്ടുള്ള ജ്ഞാനത്തെയാണ് പറയുന്നത്. ഓരോ ശരീരത്തിലും വെവ്വേറെ തരത്തിലുള്ള ഓരോ ജീവാത്മാവ് കുടികൊള്ളുന്നു എന്ന് തോന്നിക്കുന്ന ജ്ഞാനം രാജസമാണ്. ഓരോ ശരീരത്തിലും ഓരോ ആത്മാവാണ് എന്ന് തിരിച്ചറിയുന്നത് ആരാണോ അവര് രാജസിക ജ്ഞാനം ഉള്ളവരാണ് എന്ന് മനസ്സിലാക്കണം. അപ്പം ഭൗതിക ശരീരമാണ് ജീവാത്മാവ്. ദേഹനാശത്തോടെ അവയുടെ ബോധം നഷ്ടമാകുന്നു എന്നുള്ള അറിവ് രജോ ഗുണത്തിലുള്ളതാണ്. ശരീരം നശിക്കുമ്പോൾ ആത്മാവ് നശിക്കുന്നു എന്നുള്ള അറിവ് രജോ ഗുണികൾക്കാണ്. അത് തെറ്റാണ്, അല്ലേ? പക്ഷെ അങ്ങനെ അറിവ് വെച്ച് പുലർത്തുന്നവര് രജോ ഗുണികളാണ് എന്ന് മനസ്സിലാക്കണം. അവർക്ക് അവബോധ വികാസത്തിന്റെ വൈവിധ്യം അനുസരിച്ചിട്ടാണ് ശരീരങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകുന്നത് എന്നാണ് ഈ അറിവിന്റെ അർത്ഥം. അല്ലാതെ അവനവന്റെ കർമ്മഫലത്തിനനുസരിച്ചിട്ടല്ല. നമ്മൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? അവനവന്റെ പൂർവ്വജന്മ കർമ്മത്തിനനുസരിച്ചിട്ടാണ് ഓരോരുത്തർക്കും ശരീരം കിട്ടുന്നത്, ഇല്ലേ? ആ കർമ്മ വാസനയെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഈ ആശയം വെച്ചിട്ട് നോക്കുകയാണെങ്കിലോ എങ്ങനെയാണ്? അവബോധം വികാസത്തിനനുസരിച്ചിട്ടാണ് ശരീരം കിട്ടുന്നത്. അല്ലാണ്ട് അവിടെ പൂർവ്വജന്മ കർമ്മങ്ങൾക്ക് യാതൊരു സ്ഥാനവുമില്ല. അവരങ്ങനെ വിശ്വസിക്കുന്നതേ ഇല്ല. ശരീരം നശിച്ചാല് ആത്മാവും നശിച്ചു, ശരീരമാണ് ആത്മാവ് എന്നാണ് അവര് ധരിച്ചിരിക്കുന്നത്. ശരീരത്തിനപ്പുറം ആത്മാവ് വേറെ ഇല്ല, ശരീരമാണ് ആത്മാവ്. അവര് ശരീരബോധം കൂടിയവരാണ് രാജസിക പ്രകൃതി ഉള്ളവര്. ആ അവബോധം താൽക്കാലികമാണ്. ശരീരം നശിച്ചാൽ അവബോധം നഷ്ടപ്പെടുന്നു, അപ്പൊ എല്ലാം തീർന്നു. ഇതാണ് അങ്ങനെയുള്ളവര് മനസ്സിലാക്കുക. സർവജ്ഞനും സർവവ്യാപിയുമായിട്ടുള്ള ഒരു ആത്മാവുണ്ട് എന്നവര് കണക്കാക്കുന്നില്ല, അതിനെ അവര് അംഗീകരിക്കുന്നില്ല. ഇത് അജ്ഞാനം കൊണ്ടാണ്. ആ അജ്ഞാനത്തിന്റെ പ്രത്യക്ഷീഭാവമാണ് ശരീരം. ശരീരം ക്ഷണികമാണെന്ന് അവർ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ശരീരത്തിനൊപ്പം ആത്മാവ് നശിക്കുന്നു എന്നാണ് അവര് മനസ്സിലാക്കുന്നത്. ആ ശരീരത്തിന് അവര് പ്രാധാന്യം കൊടുക്കുന്നത്. അതിനപ്പുറം ജീവാത്മാവോ പരമാത്മാവോ ഇല്ല എന്നാണ് അവര് മനസ്സിലാക്കുന്നത്. അപ്പൊ രജോ ഗുണത്തിന്റെ ഫലമാണ് ഇങ്ങനെയുള്ള ആശയങ്ങളെല്ലാം തോന്നിക്കുന്നത്. അപ്പം വ്യത്യസ്ത ജീവാത്മാക്കള്, അതായത് ദേവന്മാര്, മനുഷ്യര്, ഇവരെല്ലാം തന്നെ മറ്റ് ജീവജാലങ്ങൾ എന്നിവയുടെ എല്ലാം ശരീരനാശത്തോടുകൂടി അവയുടെ ആത്മാവ് നശിക്കുന്നു എന്നാണ് അവര് ധരിക്കുന്നത്. അല്ലാണ്ട് ശരീരം നശിച്ചാലും ആത്മാവിന് നാശമില്ല എന്നവര് മനസ്സിലാക്കുന്നില്ല. അതാണ് നാനാവിധാൻ ഭാവാൻ എന്ന് പറയുന്നത്. ഏത് ശരീരമായാലും അതിലെ ആത്മാവും ശരീരം നശിക്കുമ്പോൾ ആത്മാവും നശിക്കുന്നു, പിന്നെ ഒന്നും അവശേഷിക്കുന്നില്ല. ഇങ്ങനെയുള്ള ജ്ഞാനം രജോ ഗുണത്തിലുള്ള ജ്ഞാനമാണ്. അങ്ങനെ വരുമ്പോഴാണ്, അങ്ങനെയുള്ള രജോ ഗുണത്തിലുള്ള ജ്ഞാനം നമ്മളുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്ത്യക്കാരനാണ്, അല്ലെങ്കിൽ കറുത്തവരാണ്, വെളുത്തവരാണ്, അമേരിക്കക്കാരനാണ് എന്നുള്ള ഭാവം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവുന്നത്. നമ്മൾ അതിനനുസരിച്ചിട്ട് ഓരോ വ്യക്തികളെ കാണുകയും അവരോടെല്ലാം വ്യത്യസ്ത രീതിയിൽ പെരുമാറുകയും ചെയ്യുന്നത് നമ്മളുടെ ഉള്ളിലെ രജോ ഗുണത്തിലുള്ള ജ്ഞാനം ഉള്ളത് കൊണ്ടാണ്.
അപ്പൊ അത് നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മളത് കളയണം എന്നാണ് ഭഗവാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. യത്തു കൃഷ്ണവദേകസ്മിൻ കാര്യേ സക്തമഹേതുകം അത്തത്വാർത്ഥവദൽപം ച തത്താമസമുദാഹൃതം. ഇനി തമോ ഗുണത്തിലുള്ള ജ്ഞാനത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. യത്തു അഹേതുകം, അതായത് അകാരണമായിട്ട്, കാരണം കൂടാതെ. അതുപോലെ സത്യജ്ഞാനം നേടാതെയും സത്യത്തെ മനസ്സിലാക്കാതെയും എല്ലാം അത് തന്നെ എന്ന് കരുതി, അതായത് അത്തത്വാർത്ഥവദൽപം ച, എല്ലാം അത് തന്നെയാണ് എന്ന് കരുതി നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. അങ്ങനെയുള്ള അറിവ് തമോ ഗുണത്തിലുള്ളതാണ്. അതായത് അജ്ഞതയിൽ നിന്നാണ് ഈ തമോ ഗുണത്തിലുള്ള ജ്ഞാനം ഉണ്ടാകുന്നത്. അജ്ഞതയാണത്. ഒരു സാധാരണക്കാരന്റെ ജ്ഞാനം എന്ന് പറയുന്നത് എവിടെയാണ്? തമോ ഗുണത്തിലാണ് നിൽക്കുന്നത്. കാരണം ബദ്ധമായ ജീവിതത്തിൽ എല്ലാവരും, നമ്മളൊക്കെ ബദ്ധാത്മാക്കളാണ്, ഇല്ലേ? കണ്ടീഷൻഡ് സോൾസ് ആണ് നമ്മള്. അപ്പൊ നമ്മളൊക്കെ തമോ ഗുണത്തിലാണ്. അല്ലാണ്ട് ആരും സത്വഗുണത്തിൽ മാത്രമായിട്ടോ രജോ ഗുണിയായിട്ടോ ഒന്നും ആരും ജനിക്കുന്നില്ല. എല്ലാവരുടെ ഉള്ളിലും ഈ 3 ഗുണങ്ങളും ഉണ്ട്. സത്വം, രജസ്, തമസ്. ഇത് 3ഉം എല്ലാവരിലും ഉണ്ട്. പ്രാമാണികരിൽ നിന്നോ ധർമ്മശാസ്ത്രങ്ങളിൽ നിന്നോ ജ്ഞാനം സമ്പാദിക്കാനാവാത്ത ഒരാളുടെ അറിവ് ആ ശാരീരികമായിട്ടുള്ള ജ്ഞാനത്തിനപ്പുറം പോവില്ല. ശാസ്ത്ര നിയമങ്ങൾക്കനുസരിച്ചിട്ട് വേണം പ്രവർത്തിക്കാനെന്ന് അയാൾക്ക് അറിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം, അതായത് തമോ ഗുണികളെ സംബന്ധിച്ചിടത്തോളം എത്ര കഷ്ടപ്പെട്ടാലും വേണ്ടുകയില്ല കുറെ പണം ഉണ്ടാക്കുക. ആ പണമാണ് അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം. ആ പണം ഉപയോഗിച്ചിട്ട് ശരീരത്തിന്റെ ആഗ്രഹ പൂർത്തീകരണം നടത്തുക, ഇതാണ് അവരുടെ ജീവിത ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പം ഈറ്റിംഗ്, മേറ്റിംഗ്, ഡിഫെൻഡിങ്, സ്ലീപ്പിംഗ്, ഇല്ലേ? ഇതാണ് തമോ ഗുണികളുടെ അറിവെന്ന് പറയും. ഈ 4 കാര്യങ്ങൾക്കാണ് അവര് പ്രാധാന്യം കൊടുക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ മൃഗജീവിതമാണ് അവരുടേത്. മൃഗങ്ങളും ഈ 4 കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്, ഇല്ലേ? അപ്പൊ ഇവരും മൃഗങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം? നമ്മളും മൃഗങ്ങളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇല്ല. നമ്മളെ വ്യത്യാസപ്പെടുത്തുന്നത് എന്താണ്? ധർമ്മത്തെ തിരിച്ചറിയാനുള്ള സവിശേഷ ബുദ്ധി മനുഷ്യർക്കാണുള്ളത്. പക്ഷെ മനുഷ്യൻ മൃഗതുല്യമായാൽ പിന്നീട് എന്താ സംഭവിക്കുക? ജീവിതം അത്രയ്ക്ക് അധപതിക്കുകയാണ് ചെയ്യുക. ധർമ്മോഹി ദേശം അധികോ വിശേഷോ ധർമ്മേനഹീന പശുപർ സമാന. നമ്മൾ ജീവിക്കേണ്ടത് എങ്ങനെയാണ്? ഭാഗവത ധർമ്മം അനുസരിച്ചിട്ട് വേണം നമ്മൾ ജീവിക്കാൻ. ഇല്ലെങ്കിൽ നമ്മളും മൃഗതുല്യരാണ്. മൃഗത്തിന് തുല്യമാണ് നമ്മൾ. അവര് 4 കാലി മൃഗങ്ങള്, നമ്മള് 2 കാലി മൃഗങ്ങൾ. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ദേഹാതീതനായ ജീവാത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം സാത്വികമാണ്. ഭൗതിക യുക്തിയിൽ നിന്നും ഊഹാപോഹങ്ങളിൽ നിന്നും ജനിക്കുന്ന സിദ്ധാന്തങ്ങൾ രാജസം. ശരീരത്തിന്റെ സംപ്രീതിക്കും സുരക്ഷിതത്വത്തിനും ഉതകുന്ന ജ്ഞാനം താമസവുമാണെന്ന് ചുരുക്കം. അപ്പം ഒരാളുടെ ജ്ഞാനം ഒന്ന് സ്വീകരിക്കാനുള്ള രീതി എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ സ്വഭാവത്തിനനുസരിച്ചിട്ടായിരിക്കും ആ ജ്ഞാന സമ്പാദന രീതി എന്ന് പറയുന്നത്. അതായത് അഹൈതുകം, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഏത് ഗുണമാണ് മുന്നിട്ട് നിൽക്കുന്നത്? സാത്വിക ഗുണമാണ് മുന്നിട്ട് നിൽക്കുന്നതെങ്കിൽ സാത്വികമായിട്ടുള്ള ജ്ഞാനം നേടാൻ ആ വ്യക്തി പരിശ്രമിക്കും. രാജസികമാണെങ്കിൽ രാജസികമായിട്ടുള്ള ജ്ഞാനം, തമോ ഗുണിയാണെങ്കിൽ തമോ ഗുണത്തിലുള്ള ജ്ഞാനം. അപ്പം ശാസ്ത്രങ്ങളിൽ നിന്നല്ലാതെ ഒരേ ഒരു ഭൗതിക പ്രവൃത്തിയിൽ നിന്ന് മാത്രം, അതാണ് ഏകസ്മിൻ എന്ന് പറയുന്നത്. അത് സമ്പൂർണമാണെന്ന് ധരിച്ച് വേദോക്തമായ കർമ്മങ്ങളിലൊന്നും താല്പര്യം കാട്ടാതെ, അതായത് വേദപരമായിട്ടുള്ള കർമ്മം എന്ന് പറയുമ്പോൾ യജ്ഞങ്ങളുണ്ട്, ദാനമുണ്ട്, ഓസ്ട്രിറ്റീസ് ഉണ്ട്, ഇതൊന്നും ചെയ്യാൻ ഒരു തമോ ഗുണി ഒട്ടും താല്പര്യം കാണിക്കില്ല. ഇതിനെക്കുറിച്ച് അറിയാനും താല്പര്യരാവില്ല തമോ ഗുണികള്. അപ്പൊ ഇതിനൊന്നും താല്പര്യം കാണിക്കാതെ പരമസത്യത്തെ ലക്ഷ്യം വെക്കുകയുമില്ല. ഭഗവാൻ ഉണ്ട് എന്നവർ അംഗീകരിക്കില്ല. ആ പരമസത്യത്തെ ലക്ഷ്യമാക്കാതെ ഈ പറഞ്ഞ 4 കാര്യങ്ങളെ അടിസ്ഥാനമാക്കി മാത്രമാണ് മൃഗതുല്യമായിട്ടുള്ള ജീവിതം നയിക്കുകയാണ് തമോ ഗുണികള് ചെയ്യുന്നത്. അങ്ങനെയുള്ളവരുടെ ജ്ഞാനമാണ് തമോ ഗുണത്തിലുള്ള ജ്ഞാനമെന്ന് പറയുന്നത്. അതായത് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് കുറച്ച് ധനം സമ്പാദിക്കുക, ശാരീരികമായിട്ടുള്ള ആഗ്രഹപൂർത്തി കൈവരിക്കുക. ഇത് രണ്ടുമാണ് തമോ ഗുണികളുടെ ജ്ഞാനം. അവരതിനായിട്ടാണ് പരിശ്രമിക്കുന്നത്. ഇങ്ങനെയുള്ള ജ്ഞാനത്തിൽ അവിടെ പരമസത്യം അല്ലെങ്കിൽ ഭഗവാൻ അവിടെ ഇല്ല. ഭഗവാനുമായിട്ട് യാതൊരു ബന്ധവും തമോ ഗുണത്തിലുള്ള ജ്ഞാനികൾക്ക് ഉണ്ടാവില്ല. ശരീരത്തിന് അതീതമായ ആത്മാവിനെ കുറിച്ചുള്ള അറിവ് അവർക്ക് ഒട്ടുമേ ഇല്ലെന്ന് തന്നെ പറയാം. ആത്മാവിനെ കുറിച്ചുള്ള അറിവ് ആർക്കാണ് ഉണ്ടാവുക? അറിയാനുള്ള ആഗ്രഹം ആർക്കാണ് ഉണ്ടാവുക? സാത്വിക തലത്തിൽ സ്ഥിതി ചെയ്യുന്നവർക്കാണ്. അതാണ് ഇവിടെ ലാസ്റ്റ് വരികൾ പറയുന്നത്.
ദേഹാതീതനായ ജീവാത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം സാത്വികമാണ്. അതുപോലെ തന്നെ ഭൗതികമായിട്ടുള്ള ബുദ്ധിയിൽ നിന്ന് അല്ലെങ്കിൽ ഊഹാപോഹങ്ങളിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം എന്താണ്? രജോ ഗുണത്തിലുള്ള ജ്ഞാനമാണ്. പിന്നെ ശരീരത്തിന്റെ ആഗ്രഹ പൂർത്തീകരണത്തിന്, നമ്മളുടെ ശരീരത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടുന്ന, അതായത് നമ്മുടെ ശരീരത്തെ ഊട്ടി ഉറപ്പിച്ച് നിലനിർത്തുക, അതിനാവശ്യമായിട്ടുള്ള ജ്ഞാനം നേടുന്നത് ആരാണ്? തമോ ഗുണികളാണ്. ഇതാണ് ഈ ശ്ലോകത്തിന്റെ ആശയം എന്ന് പറയുന്നത്. നിയതം സംഗരഹിതം രാഗദ്വേഷതഃ കൃതം അഫല പ്രേപ്സിന കർമ്മ യത്തൽ സാത്വികം ഉച്യതേ. അപ്പം നമ്മൾ എങ്ങനെയാണ് കർമ്മം ചെയ്യേണ്ടത്? നമ്മൾ മുൻപ് പറഞ്ഞ പോലെ ഒട്ടും ആസക്തി ഇല്ലാതെ, അനാസക്തരായിട്ട്, രാഗദ്വേഷരഹിതമായിട്ട്, ഫലാസക്തി കൂടാതെ നിയന്ത്രിതമായ വിധത്തിൽ ചെയ്യുന്ന കർമ്മം സാത്വികമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയോട് നമുക്ക് ഒട്ടും അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ആസക്തി ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ ഇച്ഛാദ്വേഷങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല, രാഗദ്വേഷങ്ങൾ പാടില്ല. പിന്നെ അതിന്റെ റിസൾട്ടിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാനേ പാടില്ല. അതാണ് ഭഗവാന്റെ സന്തുഷ്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. ഭഗവാന് വേണ്ടി നമ്മൾ പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നന്നായിട്ട് പൂർത്തീകരിക്കാൻ നമ്മൾ ശ്രദ്ധ വെക്കും, ഇല്ലേ? നമ്മൾ അതിനായിട്ട് അങ്ങനെയാവും നമ്മൾ പ്രവൃത്തികൾ ചെയ്യുക. എത്രയും നന്നാക്കി ചെയ്യാമോ അത്രയും നന്നായിട്ട് നമ്മൾ സേവനം ചെയ്യാനും നമ്മൾ പരിശ്രമിക്കും. അപ്പൊ നമ്മളുടെ ചിന്ത എന്താണ്? ഭഗവാൻ സന്തുഷ്ടനാവണം, ഭഗവാൻ ഇതുകൊണ്ട് സന്തോഷിക്കണം എന്നുള്ള ഒരു ചിന്ത മാത്രമേ നമ്മളുടെ ഉള്ളിൽ ആ സേവനം ചെയ്യുമ്പോൾ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ആ സേവനം എത്രയും നന്നാക്കാമോ അത്രയും നന്നാക്കാൻ വേണ്ടി നമ്മൾ എല്ലാ തയ്യാറെടുപ്പുകളും നമ്മൾ നടത്തും. അപ്പൊ അങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങളാണ് സാത്വികമായിട്ടുള്ള കർമ്മം എന്ന് പറയുന്നത്. അപ്പം സമൂഹത്തിലെ വർണ്ണാശ്രമ ധർമ്മം കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഓരോ വർണ്ണത്തിലും ഓരോ ആശ്രമത്തിലും പെട്ടവര് ശരിയായ രീതിയിൽ അവരുടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ ഈ സമൂഹം നല്ല അച്ചടക്കത്തിലും മുന്നോട്ട് പോകും, ഇല്ലേ? അപ്പം എല്ലാവരും അവരവരുടെ നിയത കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ നല്ല ഐശ്വര്യപ്രദമായിട്ടും ആധ്യാത്മികമായിട്ടുള്ള ഒരു രാജ്യത്തെ സൃഷ്ടിക്കാന് ഈ വർണ്ണാശ്രമം കൊണ്ട് സാധിക്കും. അത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഭഗവാൻ വർണ്ണാശ്രമ ധർമ്മം നടപ്പിലാക്കിയത്. അപ്പൊ ഇത് ഉടമസ്ഥാവകാശം ആരും ഉന്നയിക്കില്ല, അവിടെ ആസക്തി ഉണ്ടാവില്ല. അതുപോലെ തന്നെ രാഗദ്വേഷ ഇച്ഛ ഇതൊന്നും അതിനും അവിടെ സ്ഥാനം ഉണ്ടാവില്ല. അത് തന്നെയുമല്ല, ഭഗവാന് വേണ്ടിയിട്ട്, ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് കൃഷ്ണാവബോധത്തോടെയാവും നമ്മുടെ ആ പ്രവൃത്തികളെല്ലാം ചെയ്യുക. അതിൽ നിന്ന് കിട്ടുന്ന സംതൃപ്തിയോ ആത്മാഭിമാനമോ കണക്കാക്കാതെ ചെയ്യുന്ന കർമ്മം സാത്വികമാണ്. അപ്പൊ നമ്മൾ അതിൽ ഇത് ഞാനാണ് ചെയ്തത് എന്ന് നമ്മൾ അവിടെ അല്പം പോലും നമ്മളുടെ ചിന്ത ഉണ്ടാവുന്നില്ല. അതുപോലെ നമ്മൾ ഇതില് ഗർവ് കൊള്ളില്ല, ഗർവിഷ്ഠരാവില്ല. ഇത് ഞാനാണ് ചെയ്തത് എന്ന് നമ്മൾ അഹങ്കരിക്കില്ല. അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തികളാണ് സാത്വികമായിട്ടുള്ള കർമ്മങ്ങളായിട്ട് കണക്കാക്കുന്നത്. യത്തു കാമേപ്സിന കർമ്മ സാഹങ്കാരേണ വാ പുനഃ ക്രിയതേ ബഹുലായാസം തദ്രാജസമുദാഹൃതം. അപ്പൊ ഇനി രാജസമായിട്ടുള്ള കർമ്മത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പം ഫലത്തിൽ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നത് രാജസികമായിട്ടുള്ള പ്രവൃത്തികളാണ്. അതുപോലെ തന്നെ ഞാൻ, എന്റേത് എന്നുള്ള അഹം എന്ന ഭാവം, ഇത് ഞാനാണ് ചെയ്യുന്നത് അതുകൊണ്ട് അതിന്റെ ഫലം എനിക്ക് കിട്ടണം എന്നുള്ള മനോഭാവം. പിന്നെ അതിനുവേണ്ടി എന്തു ക്ലേശങ്ങൾ സഹിക്കാനും തയ്യാറാവുകയും ചെയ്യും. അങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ എന്താണ്? രാജസികമായിട്ടുള്ള കർമ്മങ്ങളാണ്. തന്റെ ആഗ്രഹം നിറവേറ്റാനായോ മിഥ്യ അഹങ്കാരം കൊണ്ടോ ഏറെ പ്രയാസപ്പെട്ട് ചെയ്യുന്ന കർമ്മമാണ് രാജസമായിട്ടുള്ള കർമ്മം എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് സാത്വികതയിൽ നമ്മൾ എന്താ കണ്ടത്? അവിടെ നോ റിസൾട്ടിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതേ ഇല്ല, അവിടെ ആസക്തി ഇല്ല, ഒന്നുമേ ഇല്ല, ഫലോദിഷ്ട കർമ്മങ്ങളൊന്നും അവിടെ വരുന്നില്ല. പക്ഷെ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇപ്പൊ പറഞ്ഞത് രാജസികം എന്ന് പറയുന്നത്, ഇല്ലേ? അപ്പം വേദപ്രകാരമുള്ള കർമ്മങ്ങളാണ് എന്റെ ഫ്രൂയിറ്റീവ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അവിടെ അതെല്ലാം നമ്മൾ ഫലം ആഗ്രഹിച്ച് ചെയ്യുന്നതാണ്, ഇല്ല? ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് വേദങ്ങളിലെ കർമ്മകാണ്ഡങ്ങളിൽ പറയുന്ന പ്രവൃത്തികളൊക്കെ നമ്മൾ ചെയ്യുന്നത്.
അപ്പോള് ഇവിടെ റിസൾട്ടിനെ കുറിച്ച് നമ്മള് ചിന്ത വെച്ച് പുലർത്താനേ പാടില്ല. ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടി പ്രയത്നിക്കുന്നു എന്ന് വരുമ്പോൾ അവിടെ എന്താണ് ഉണ്ടാവുന്നത്? മിഥ്യാഹങ്കാരം ഉടലെടുക്കും, അല്ലേ? അങ്ങനെ നമുക്ക് ആ പ്രവൃത്തിയിൽ നിന്ന് ഇത് ചെയ്താൽ നമുക്ക് സന്തോഷം കിട്ടും എന്ന് വിചാരിച്ച് ചെയ്യുന്നതും എന്താണ്? രാജസികമായിട്ടുള്ള പ്രവൃത്തിയാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രവൃത്തികൾക്ക്, അല്ലെങ്കിൽ രാജസികമായിട്ട് നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും അത് പൂർത്തീകരണത്തിൽ എത്തിക്കണമെങ്കിൽ, അത് കംപ്ലീറ്റ് ആവണമെങ്കിൽ അവിടെ നമുക്ക് ശാരീരികമായിട്ട് ധാരാളം അധ്വാനം വേണ്ടി വരും. ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങൾ നമ്മൾ സഹിക്കേണ്ടി വരും. ഇതൊക്കെ എന്തിനെ ബാധിക്കും? നമ്മളുടെ സാധനയെ ബാധിക്കും. ഉപദേശാമൃതത്തിലെ രൂപ ഗോസ്വാമി പറയുന്നുണ്ട്, അത്യാഹാര പ്രയാസശ്ച പ്രജൽപോ നിയമാഗ്രഹ ജനസംഘം ച ലൗല്യം ച ഷട്ടിർ ഭക്തിർ വിനശ്യതി. ഇതൊക്കെ ഭക്തിയെ നശിപ്പിക്കുന്നതാണ് ഈ 6 കാര്യങ്ങൾ. ഇല്ല, അമിതമായിട്ടുള്ള അധ്വാനം. അമിതമായിട്ട് നമ്മളെ കഠിനാധ്വാനം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും? നമുക്ക് ക്ഷീണം വരും. പിന്നെ നമുക്ക് എവിടെയെങ്കിലും കിടന്നാൽ മതി എന്നുള്ള ചിന്ത വരും, ഇല്ലേ? അപ്പൊ നമുക്ക് സാധന ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആ സാധന നമ്മൾ മാറ്റി വെക്കും. നാളെയാവാം ജപം നാളെ നമുക്ക് ഒന്നിച്ച് ചെയ്യാം എന്നാവും നമ്മൾ ചിന്തിക്കുക. ഭാഗവതം വായിക്കാം, അത് നാളെയാകാം. ഇന്നത്തെ ശ്ലോകം കൂടി ചേർത്ത് നാളെ വായിക്കാം. ഇങ്ങനെ നാളേക്ക് മാറ്റി മാറ്റി വെച്ച് നമ്മൾ അധപതിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് അമിതമായിട്ട് നമ്മള് ശാരീരികമായിട്ടുള്ള ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി നമ്മളെ കഠിനാധ്വാനം ചെയ്യാൻ പാടില്ല. കാരണം ഇതിന്റെയൊക്കെ റിസൾട്ട് ആര് തരുന്നതാണ്? നമുക്ക് അർഹതയുണ്ടെങ്കിൽ ഭഗവാൻ നമുക്ക് എല്ലാം തരും. അതിനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒരുപാട് അധ്വാനിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് യോഗ്യതയുണ്ട്, ഭഗവാൻ എന്തും നമുക്ക് തന്നിരിക്കും. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള പ്രവൃത്തി ചെയ്താൽ മതി. അമിതമായിട്ട് അധ്വാനിച്ച് നമ്മൾ കൂടുതൽ സമ്പാദിക്കാനായിട്ട് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല എന്ന് സാത്വികനായിട്ടുള്ള ഒരു വ്യക്തി തിരിച്ചറിയും. അപ്പം സാത്വികനായിട്ടുള്ളവർ അതിനനുസരിച്ചിട്ടേ അവര് അധ്വാനിക്കുകയുള്ളൂ, കഷ്ടപ്പെടുകയുള്ളൂ. അപ്പം നമ്മള് അഹേതുക അപ്രതിഹത, അതായത് നമ്മള് ഒരു ഉപാധികളും ഇല്ലാതെ അനുസ്യൂതമായിട്ട് വേണം. അതായത് ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോകുന്ന ഒരു ഭക്തിയുടെ സേവനം ആയിരിക്കരുത് നമ്മൾ ചെയ്യുന്നത്. നമ്മളുടെ സേവനം അനുസ്യൂതമായിട്ട് മുന്നോട്ട് പോകണം, അഹേതുകമായിരിക്കണം. അവിടെ യാതൊരു തരത്തിലുള്ള ഒരു ഉപാധികളോ ഒരു കണ്ടീഷനോ ആഗ്രഹങ്ങളോ ഒന്നും വെച്ച് പുലർത്താന് പാടില്ല. അപ്പം നമ്മളുടെ കർത്തവ്യങ്ങളൊക്കെ ഭഗവാനെ സന്തുഷ്ടിക്ക് വേണ്ടി ചെയ്യുന്നതാണ് എന്നുള്ള ഒരു ബോധം നമ്മളില് ഉണ്ടാവണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ ഫലത്തിലുള്ള ആസക്തി ഉണ്ടാവില്ല, ഫലാസക്തി അവിടെ ഉണ്ടാവില്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ പരിപൂർണയുടെ തലത്തിൽ എത്തിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അങ്ങനെ ഭഗവാന് നമ്മൾ ഭക്തിയുടെ സേവനം ചെയ്യുമ്പോൾ ആ സേവനം കൊണ്ട് ഭഗവാൻ സന്തുഷ്ടരാവും. ഭഗവാൻ സന്തുഷ്ടരായാൽ നമുക്കും എന്ത് കിട്ടും? ആ സന്തുഷ്ടി അല്ലെങ്കിൽ ആ സന്തോഷം നമുക്കും അനുഭവിക്കാന് സാധിക്കും. ഇതാണ് ഈ ശ്ലോകത്തില് പറയുന്നത്. അപ്പം നമ്മള് ഒന്നിനോടെയും അറ്റാച്ച്മെന്റ് വെച്ച് പുലർത്താന് പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളുടെ സാധനയ്ക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. അതിന് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യാന് അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. പക്ഷെ നമുക്ക് കൂടുതൽ വേണമെന്നുള്ള ആഗ്രഹം വന്നു കഴിയുമ്പോൾ നമുക്ക് അതിനായിട്ട് അധ്വാനിക്കേണ്ടി വരും. അപ്പൊ നമ്മളുടെ വിലപ്പെട്ട സമയങ്ങൾ പാഴായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾക്ക് അർഹതയുള്ളത് ഭഗവാൻ തരും. അതിനനുസരിച്ചിട്ട് നമ്മൾ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ള ചിന്തയോടെ നമ്മളുടെ സാധനയിൽ നമ്മൾ മുന്നോട്ട് പോയാല് ആ സാത്വികമായിട്ടുള്ള സാധനയിലെത്തി നമുക്കതിനപ്പുറം കടന്ന പരിപൂർണതയുടെ തലത്തിൽ എത്തിച്ചേരാന് നമുക്ക് സാധിക്കും. അപ്പം തന്റെ ആഗ്രഹം നിറവേറ്റാനായോ മിഥ്യാഹംഭാവം കൊണ്ടോ ഏറെ പ്രയാസപ്പെട്ട് ചെയ്യുന്ന കർമ്മമാണ് രാജസികമായിട്ടുള്ള കർമ്മമെന്ന് പറയുന്നത്. അനുബന്ധം ക്ഷയം ഹിംസ അനപേക്ഷിച്ച പൗരുഷം മോഹാദാരഭ്യതേ കർമ്മ യത്താമസമുച്യതേ. അതായത് നമ്മളെ ഭാവി എങ്ങനെയായിരിക്കും, നമ്മളുടെ കുട്ടികളുടെ ഭാവി എങ്ങനെയായിരിക്കും എന്നുള്ള ചിന്തയോടെ ഇന്നേ നമ്മൾ കഷ്ടപ്പെട്ട് അവർക്ക് വേണ്ടി സമ്പാദിച്ച് എല്ലാം സ്വരുക്കൂട്ടി വെക്കുക. അതെന്താണ്? താമസികമായിട്ടുള്ള കർമ്മമാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഹിംസ, മറ്റുള്ളവരെ ഉപദ്രവിക്കുക. പിന്നെ സ്വന്തം സാമർഥ്യത്തെ പുകഴ്ത്തുക. അതിനിടയിൽ വരുന്ന പ്രത്യാഘാതങ്ങളെ, അല്ലെങ്കിൽ നമ്മളുടെ പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർക്കും നമുക്കും ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ നമ്മളുടെ ആഗ്രഹം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് അതിനു വേണ്ടി പരിശ്രമിക്കുക. ഇതൊക്കെ എന്താണ്? താമസികമായിട്ടുള്ള കർമ്മങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്.
തുടർന്നുണ്ടാവുന്ന കെട്ടുപാടുകളെയോ അന്യർക്കുണ്ടാവുന്ന നാശത്തെയോ ക്ലേശങ്ങളെയോ അവഗണിച്ചും ശാസ്ത്ര നിർദ്ദേശങ്ങൾക്കെതിരായിട്ടും വ്യാമോഹം മൂലം ചെയ്യുന്ന കർമ്മമാണ് എന്ത് താമസമെന്ന് പറയുന്നത്. നമ്മളുടെ പ്രവൃത്തികളുടെ മറ്റുള്ളവർക്ക് ദോഷമുണ്ടാവരുത് എന്നുള്ള ചിന്ത സാത്വികമാണ്. ഇത് മറ്റുള്ളവർക്ക് നാശമുണ്ടായാലും ശരി, നമ്മളുടെ ആഗ്രഹം പൂർത്തീകരിക്കണം, എനിക്ക് സുഖിക്കണം എന്ന് അതിനു വേണ്ടി എത്രയും കഷ്ടപ്പെടാമോ അത്രയും കഷ്ടപ്പെടുക. അതിനിടയിൽ മറ്റുള്ളവരെ ദ്രോഹിക്കേണ്ടി വന്നാൽ അതിനും അല്പം പോലും മടി കാണിക്കാതെ നമ്മളുടെ ആഗ്രഹ പൂർത്തീകരണം നേടുക. ഇതാണ് താമസികമായിട്ടുള്ള കർമ്മം എന്ന് പറയുന്നത്. അതായത് സ്വന്തം കർമ്മങ്ങളെ രാഷ്ട്രത്തിന് മുന്നിലോ യമദൂതന്മാരെന്ന് പറയപ്പെടുന്ന ഭഗവത് കിങ്കരന്മാർക്ക് മുന്നിലോ നമുക്ക് ഏറ്റുപറയേണ്ടതുണ്ട്. നമ്മളുടെ മരണശേഷം നമ്മളുടെ ആത്മാവിനെ എവിടെ കൊണ്ടുപോകും? യമധർമ്മന്റെ പുരിയിലേക്കാണ് കൊണ്ടുപോകുക. അവിടെ ചെന്ന് അവിടെ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളുടെയും ലിസ്റ്റ് അവിടെ ഉണ്ടാവും. അവിടെ വെച്ച് നമുക്ക് ഒന്നും നിഷേധിക്കാൻ സാധിക്കില്ല. അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല എന്ന് നമുക്ക് അവിടെ പറയാൻ പറ്റില്ല. നമുക്കതൊക്കെ ഏറ്റേ പറ്റുകയുള്ളൂ, കുറ്റം ഏറ്റെടുത്തേ പറ്റുകയുള്ളൂ. അതിനനുസരിച്ചുള്ള ശിക്ഷ നമുക്ക് അനുഭവിക്കുകയും ചെയ്യേണ്ടി വരും. അപ്പം നമ്മൾ ഇതൊക്കെ ഓർമ്മ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഓരോ പ്രവൃത്തിയും ചെയ്യാൻ. മറ്റുള്ളവർക്ക് ഒരു തരത്തിൽ ഉപദ്രവം ഉണ്ടാക്കുന്ന പ്രവൃത്തികൾ നമ്മൾ ചെയ്യാൻ പാടില്ല. ചുമതലാ ബോധമില്ലാതെയുള്ള കർമ്മം നമുക്ക് നാശത്തിനെ വഴിതെളിക്കുകയുള്ളൂ. വേദനിർദ്ദേശങ്ങൾ അടങ്ങിയ നിയന്ത്രണ തന്ത്രങ്ങളെ അത് നശിപ്പിക്കുകയാണ് ചെയ്യുക. അത് അക്രമ പ്രവർത്തനങ്ങളിലാവും നമ്മൾ ചെന്നപ്പെടുക. മറ്റുള്ളവർക്ക് പലതരത്തിലുള്ള ക്ലേശങ്ങൾ, ദുഃഖങ്ങൾ ഉണ്ടാക്കുന്നവയാകാം അവ. സ്വാനുഭവത്തിന്റെ വെളിച്ചത്തിൽ മാത്രം ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യപ്പെടാറ്. ഇതിനെയാണ് വ്യാമോഹം എന്ന് പറയുന്നത്. വ്യാമോഹം വരുന്നത് എങ്ങനെയാണ്? നമ്മൾ മായയ്ക്ക് അടിമകളാകുന്നത് കൊണ്ടാണ്, മായയുടെ നിയന്ത്രണത്തിൽ വരുന്നത് കൊണ്ടാണ് നമ്മൾ ഇല്യൂഷനിൽ അല്ലെങ്കിൽ വ്യാമോഹത്തിൽ പെടുന്നത്. അപ്പൊ വ്യാമോഹത്തിൽപ്പെട്ട് നമ്മൾ ഒരിക്കലും പ്രവൃത്തികൾ ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള പ്രവൃത്തികളെല്ലാം എന്താണ്? താമസമായിട്ടുള്ള പ്രവൃത്തികളായിട്ടാണ് കണക്കാക്കുക. അത് നമ്മളെ നാശത്തിൽ എത്തിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് നമുക്ക് ഭക്തിമാർഗത്തിൽ അധപതനം സംഭവിക്കും. ഭക്തിമാർഗത്തില് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കില്ല. ഹരേ കൃഷ്ണ. ഇനി അടുത്ത ശ്ലോകം എടുത്താൽ അത് നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റില്ല. അപ്പൊ അത് അടുത്ത ക്ലാസ്സിൽ. ഹരേ കൃഷ്ണ. ഇതിലെ ചില ശ്ലോകങ്ങൾ മാത്രം ഇത്തിരി ഫിലോസഫി കട്ടിയാണ്, ചിലത് വളരെ എളുപ്പം മനസ്സിലാവുന്നതുമാണ്. അപ്പൊ നിങ്ങൾ ഇതിന്റെ ഭാവാർത്ഥം നിങ്ങൾ കുറെ പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഇപ്പൊ നമ്മള്